പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ആദ്യം തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. അപ്പൊ ഇന്ന് വേറൊന്നുമല്ല, ഇന്ന് പാചകമൊന്നുമല്ല. ഇന്ന് നമ്മുടെ എല്ലാ കൂട്ടുകാരും കുറെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കമന്റിലൂടെ. അത് കാരണം നമ്മൾ ഇന്നൊരു Q&A ആയിട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ മുമ്പ് ഒരു Q&A ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് നമ്മളോട് വീട് എവിടെയാണ് അങ്ങനെ കുറെ കമന്റ് ഉണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഒരു ഉത്തരം. അപ്പൊ അതാണ് ഇപ്പൊ ഒരു ചെറിയ വീഡിയോ അല്ലേ? ചോദിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്നാന്ന് ചോദിച്ചെന്ന, വീട് എവിടെയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്? ആലപ്പുഴ മുഹമ്മയിലാണ് നമ്മുടെ വീട്. ആലപ്പുഴ മുഹമ്മ അടുത്ത് തന്നെയാണ്. മുഹമ്മ പടിഞ്ഞാറ് വശം തന്നെയാണ് നമ്മുടെ വീട്. പിന്നെ അത് കഴിഞ്ഞ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്ന്. ഞങ്ങൾ ഇപ്പൊ 4 പേര്. അതെ, ഷോർട്സ് വീഡിയോ കാണുന്നവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ 2 പേരേ ഉള്ളതെന്ന്. അപ്പൊ അല്ല, ഞങ്ങൾ 4 പേര്, അച്ഛനും അമ്മയും. അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് ശരണ്യയുടെ അച്ഛനും അമ്മയാണോ ഷിജുവിന്റെ അച്ഛനും അമ്മയാണോ? അപ്പൊ ഞങ്ങൾ 2 പേരുടെ അച്ഛനും അമ്മയാണ്. ശരണ്യ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് അല്ലേ? പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ അത് കഴിഞ്ഞ് ശരണ്യയുടെ വീട്, അത് കഴിഞ്ഞ് ശരണ്യയുടെ വീട് എവിടെയാണ്, പായിപ്പാട് എവിടെയാണ്? വെള്ളപ്പള്ളിയിലാണ് എന്റെ വീട്. പായിപ്പാട്, അത് പായിപ്പാട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, പായിപ്പാടാണ് അല്ലെ? ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളിയിലാണ് വീട്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പലഹാരങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ. കുറച്ച് നമ്മൾ ഇണക്കും, കുറച്ച് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ ആളുണ്ട് കേട്ടോ, ഇത് ചെയ്തു തരാനായിട്ട് പണിക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ബാക്കി പുറത്തുനിന്നൊക്കെ മേടിക്കുന്നു. പിന്നെ ഞാനും അച്ഛനും കൂടിയാണ് ഇത് സെയിൽ ആക്കുന്നത് കടകളിൽ. ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് ഒരു കടകളിൽ ഇത് വിറ്റഴിക്കുന്നതിലാണ് പ്രാധാന്യം. നമുക്ക് ഒത്തിരി ചെയ്തു വെക്കാം, പക്ഷെ അത് മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ അത് ഞാനും അച്ഛനും കൂടിയാണ് വർഷങ്ങളായിട്ട് കടകളിൽ എത്തിക്കുന്നത്. നേരത്തെ ശാന്തിപ്പണിയായിരുന്നല്ലേ? അതെ, നേരത്തെ എനിക്ക് അമ്പലത്തിൽ അതുകൊണ്ടായിരുന്നു. എല്ലാ ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല. പലചരക്ക് കട ഉണ്ടായിരുന്നു, ലൂതർ പോലെ. അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ലോട്ടറി കച്ചവടം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ സൂര്യ ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സെയിലിന് പോകുമായിരുന്നു. നമുക്ക് പലചരക്ക് കടയുള്ളപ്പോൾ അവിടെ ഒരു ഈ പാക്കറ്റ് സാധനമായിട്ട് അവർ വന്നപ്പോൾ അവരുമായിട്ട് അങ്ങനെ ടച്ചായിട്ട് ഏറ്റവും ലാസ്റ്റ് അവരുടെ സെയിൽസ്മാനായിട്ട് ഞാൻ പോയി. അങ്ങനെയാണ് ഈ മേഖലയിലായിട്ട് വന്നത്. പിന്നെ അങ്ങനെ ഞാനും അച്ഛനും കൂടി ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോയി. അവർ അത് വിട്ടപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ തൊഴിലിൽ വരാൻ കാരണം. പിന്നെ അതുകൂടാതെ അച്ചുക്കുട്ടിയും കണ്ണനും ആരാണ്? ചേട്ടന്റെ മക്കൾ. അതെ. അപ്പൊ വേറൊരു ചോദ്യം കൂടിയുണ്ട്, ഷിജു ഒറ്റ മകനാണെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് സോജു എന്നാണ്. ചേട്ടന്റെ മക്കളാണ് ആദിത്യനും അർച്ചനയും. ഞാൻ വീട്ടിൽ കണ്ണപ്പാന്ന് വിളിക്കും, അച്ചുക്കുട്ടിയെന്നും വിളിക്കും. അപ്പൊ അങ്ങനെ ചേട്ടന്റെ മക്കളാണ്. അവരാണ് ഈ വീഡിയോയ്ക്കൊക്കെ അല്ലേ ഒത്തിരി സപ്പോർട്ട് ഞങ്ങൾക്ക്. വീഡിയോയ്ക്ക് മറ്റേ ഷോർട്സ് വീഡിയോയൊക്കെ ഇല്ലേ, പാട്ടൊക്കെ ആയിട്ടൊക്കെ, അതെല്ലാത്തിനും കണ്ണപ്പനും അച്ചുക്കുട്ടിയൊക്കെയാണ് സപ്പോർട്ട്. അവരാണ് ആ വീഡിയോയ്ക്കൊക്കെ കൂടുതലും വീഡിയോ എടുക്കലും എല്ലാം ചെയ്യുന്നത്. പിന്നെ അടുക്കളയിൽ ഹൈറ്റ് കൂട്ടണമെന്ന് കുറവല്ലേ, ആ തട്ടിന്റെ ഹൈറ്റിനനുസരിച്ച് ശരണ്യക്ക് നിന്ന് ചെയ്യാകുമ്പോൾ മേത്ത് വീതിയിലെ എന്തെങ്കിലും താഴത്ത് തട്ടുപോലെ ചെയ്യാൻ മേലെ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇട്ട് നോക്കിയതാ. അപ്പൊ ഇട്ട് നോക്കുമ്പോ നമ്മൾ ഉറക്കാതെ ഇങ്ങനെ പെട്ടെന്ന് വീഴും. ഉറങ്ങാട്ടൊക്കെ ഇറങ്ങുമ്പോഴേ ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെ തട്ടുപോലെയൊക്കെ താഴത്ത് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ വീഴും പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് ഇടാത്തത്. ശരണ്യക്ക് അതൊരു പേടി. എനിക്കിപ്പോൾ ശീലമായി. നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ശരണ്യക്ക് അതൊരു പേടി. അല്ല പിന്നെ ഹൈറ്റ്
തിന്ന മൊത്തത്തിൽ ഹൈറ്റ് കൂട്ടണം. അപ്പൊ അതൊക്കെ നമ്മള് പാടല്ലേ. പുറകെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് തന്നെയാണ് പറയണത്. ഒത്തിരി പേര് പെയിന്റ് അടിക്കാൻ മേലെ എന്നിവരെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യും പുറകെ ഘട്ടഘട്ടമായി. ചെയ്ത് പിന്നെ അത് കൂടാതെ യൂട്യൂബ് നിങ്ങൾ തുടങ്ങാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല മഴയും വരുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് നല്ലപോലെ കേൾക്കാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല. അപ്പൊ യൂട്യൂബ് തുടങ്ങാൻ കാരണം നമ്മൾ 2018 തുടങ്ങിയത്. 2018 ഞങ്ങൾ ഒന്നിച്ചത്. അപ്പൊ അടിപൊളി മഴയാണ്, കേൾക്കുവാന്ന് അറിയത്തില്ല. അപ്പൊ യൂട്യൂബ് തുടങ്ങാൻ കാര്യം നമ്മുടെ ശരണ്യ വിവാഹം ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശരണ്യ എന്തൊക്കെ പാചകം ചെയ്യുമെന്ന് എല്ലാരും ചോദിച്ചു. അപ്പൊ പാചകം ചെയ്യുവാ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എത്തുവോ, എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ പറയും ശരണ്യ എല്ലാം ചെയ്യും. അന്നേരം അവർക്കൊരു സംശയം. പിന്നെ ശരണ്യ മറ്റുള്ള ഒരു ഫംഗ്ഷന് പോകാനൊക്കെ ശരണ്യക്ക് വരാനൊരു മടി, പുറത്തിറങ്ങാനൊരു മടി. അപ്പൊ എന്നോട് യൂട്യൂബിലൂടെ ടിക്ടോക്ക് ചെയ്ത് അത് കഴിഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ പാചക വീഡിയോ ചെയ്ത് അപ്പൊ ജനങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുമ്പോ ആ കമന്റൊക്കെ ശരണ്യക്ക് വായിച്ചപ്പോ ശരണ്യക്ക് തന്നെ മനസ്സിലായി അകത്തിരിക്കേണ്ട കൊച്ചെല്ലാം പുറത്തിറങ്ങേണ്ടതാണ്. കണ്ട, അങ്ങനെ നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു കട, ഞങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയ ഒരു കടയിൽ പോയിരുന്ന ശരണ്യ വെള്ളം വേണം, ഒരു തണുത്തോളം ഞാൻ മേടിച്ച് കുടിക്കത്തില്ല. കാരണം എന്താ, ആൾക്കാർ നമ്മളെ നോക്കി നിൽക്കും. അതെ അതെ, വന്നാൽ നമ്മള് ഇറങ്ങാതെ പിന്നെ മേടിച്ച് തരും. അതൊരു കുപ്പിക്കാത്ത വെള്ളം മേടിച്ചു. അതെന്താ എന്നോട് പറയും, ഒരു ഫ്രൂട്ട് മേടിച്ചിട്ട് പോയി നമുക്ക് വീട്ടിൽ പോയി കഴിക്കും. എന്താണ് അവിടെ നിൽക്കുമ്പോ ആൾക്കാരെ ഫേസ് ചെയ്യാനൊരു നാണക്കേട്. ഇപ്പൊ നേരെ മറിച്ച് ശരണ്യ വീഡിയോ ചെയ്ത് അങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകി വന്നപ്പോ എന്ത് പറ്റി, ഇപ്പൊ പുറത്തെല്ലാം പോകാറുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിളിക്കണ്ട, എന്നോട് പറയും നമുക്ക് പോയാലോ എന്ന് പറയും. എവിടെ വേണേലും പോകും. ഇപ്പൊ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ മാറ്റിയെടുത്ത് അത് നമുക്ക് യൂട്യൂബിനോടും കാണുന്ന നിങ്ങൾ എല്ലാരോടും ഒരുപാട് നന്ദി പറയുന്നു. എന്റെ ശരണ്യ അത്ര ഒരു ഹാപ്പിയാണ് അല്ലേ? അത് നമ്മളെ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. പിന്നെ ശരണ്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേട്ടനുണ്ട്, അനിയത്തിയുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. അനിയത്തിയുടെ ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. പേര് ശ്രീനാഥ് ദേവനാഥ്. അതുപോലെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ ചോദിച്ചായിരുന്നു കുട്ടികളുടെ ഈ കുട്ടി ഏതാണെന്നൊക്കെ. അത് എന്റെ അനിയത്തിയുടെ മകളാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ മക്കൾ തന്നെ. നല്ല അടിപൊളി മഴയാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല. പിന്നെ അതുകൂടാതെ ചോദിക്കുന്ന അച്ഛൻകുട്ടിയും കണ്ണനും ചേട്ടന്റെ മക്കളാണെന്ന് പറഞ്ഞു. അവര് പഠിക്കുന്നത്, അച്ചുകുട്ടിയും കണ്ണനും പഠിക്കുന്നത്, അവരെന്തിനാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണൻ ഡിഗ്രി ലാസ്റ്റ് ഇയറാണ്. നമ്മുടെ അച്ചുകുട്ടി +2 കഴിഞ്ഞ +2 നല്ല വിജയത്തോടു കൂടി പാസ്സായി. ഇനി അടുത്ത ഡിഗ്രി തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ നിൽക്കുന്നു. പിന്നെ പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് ഇത്ര റീച്ച് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നോ എന്നൊക്കെ ഉണ്ട്. യൂട്യൂബിന് റീച്ച് തന്ന നിങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അത് നിങ്ങൾ തരുന്ന ഒരു സന്തോഷം, അത് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. കാരണം നിങ്ങൾ തരുന്ന കമന്റിലൂടെയും ഫോണിൽ വിളിച്ചിട്ടും ഒക്കെ നിങ്ങൾ തരുന്ന ആ സ്നേഹവും
കുറെ പേര് നേരിട്ട് കാണാൻ ഇപ്പൊ വരുന്നുണ്ട്. എല്ലാരും കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പിന്നെ നമ്മുടെ യൂട്യൂബിൽ പിന്നെ ചിലര് ചോദിക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടോ. അത് നമ്മുടെ കിടപ്പുണ്ട്. യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ചറിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ താഴെയായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ കിടപ്പുണ്ട്. പിന്നെ പക്ഷെ വിളിക്കണമെങ്കിൽ ഒന്നുമെങ്കിൽ വൈകുന്നേരം സമയം വിളിക്കുക, അല്ലെങ്കിൽ പകല് വിളിച്ചാൽ ചിലപ്പോ എടുത്തില്ലെങ്കിൽ സെയില് പോകുന്നോണ്ടാ സെയില് പോകുന്നോണ്ട്. അപ്പൊ ശരണ്യനെ വിളിച്ചാൽ കിട്ടണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. വൈകിട്ട് വിളിക്കണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും ശരണ്യായിട്ട് സംസാരിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അഥവാ ഉച്ചയാകുമ്പോ വിളിച്ചാലും അതെ, അത് പറയാൻ പറ്റിയല്ല. വൈകിട്ടാണെങ്കിൽ ഓക്കെ. പിന്നെ അതുകൂടാതെ ആരെങ്കിലും വിളിച്ച അഥവാ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വിളിക്കും. അതൊരു പിണക്കായിട്ട് കരുതരുത്. നിങ്ങൾ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്, ഞങ്ങൾക്കറിയാം. അപ്പൊ അത് ഒരിക്കലും ബുദ്ധിമുട്ടാക്കരുത്. അഥവാ തിരിച്ച് വിളിച്ചിരിക്കും ഞങ്ങള്. അതുപോലെ നമ്മുടെ യൂട്യൂബിൽ ആര് കമന്റ് ഇട്ടെന്നാലും തിരിച്ച് അതിന് കമന്റ് കൊടുക്കും. അപ്പൊ നിങ്ങൾ തരുന്ന ആ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അച്ഛനും അമ്മയും വരണമെന്ന് ഓർത്തതാണ്. അച്ഛനും അമ്മയും ഇച്ചിരി തിരക്കിലാണ്. അച്ഛനും അമ്മയും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അച്ഛനും അമ്മേനെ ഈ വീഡിയോയിൽ കാണിക്കാഞ്ഞ്. അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായാലും അവരുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അതെ. അപ്പൊ നിങ്ങൾ വരുന്ന സ്നേഹത്തിനും ഒരുപാട്. പിന്നെ നമ്മുടെ എറണാകുളത്തുള്ള വിജയാൻഡി നമ്മളെ ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞു. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ കുറെ പേരുടെ പേര് വിട്ടുപോകും. അതുകൊണ്ട് ഒരു പേര് മാത്രം ഓർമ്മ. അത് കാരണമാണ് പറയാത്ത. അപ്പൊ എല്ലാവർക്കും പിണക്കമില്ലാത്തൊരു ഹായ്. കാരണം ആരും അങ്ങനെ ഞങ്ങളോട് പിണങ്ങരുത്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം. അതെ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടുകാർ. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.